ദുരൂഹത നീങ്ങാതെ കർണാടകയിലെ ധർമ്മസ്ഥല. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പോലീസ് അനങ്ങിയിട്ടില്ല. അതേസമയം ശുചീകരണ തൊഴിലാളി നൽകിയ രഹസ്യമൊഴി യൂട്യൂബ് ചാനലിന് ചോർത്തി നൽകിയെന്നും ഇതിൽ പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതിയും നൽകിയിട്ടുണ്ട്. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ധർമ്മസ്ഥലയിൽ നിന്നാണ് ദീപക് മലയമ്മ ചേരുന്നത്. ദീപക്, ഒരു വർഷങ്ങൾക്ക് ശേഷം, അതായത് ശുചീകരണ തൊഴിലാളിയായിരുന്നയാൾ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളോടൊരു പൊതുപ്രവർത്തകൻ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല, കൃത്യമായി ഇടപെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് ആ ശുചീകരണ തൊഴിലാളി എത്തിയപ്പോൾ പോലും അവിടേക്ക് വരാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്താണ് പോലീസിന്റെ നിലപാട്? ശ്രുതി, ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടായാൽ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷേ 164 മൊഴി ഈ ശുചീകരണ തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വാഭാവികമായും രഹസ്യാത്മകത സൂക്ഷിക്കേണ്ടതാണ്. അത് പുറത്തേക്ക് വരേണ്ട സാഹചര്യവുമില്ല. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഒരു യൂട്യൂബ് ചാനലിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGPക്കുമൊക്കെ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീക്കുപോക്ക് നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിനപ്പുറത്ത് ഇത്തരത്തിൽ രഹസ്യമായി നൽകിയിരിക്കുന്ന മൊഴി അത് പൂർണ്ണമായും മറ്റൊരു യൂട്യൂബ് ചാനലിന് ചോർത്തി നൽകുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭാഗത്ത് അത്തരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യമാണ് അഭിഭാഷകർ പ്രധാനമായും പറയുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ നടക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ തന്നെ ആ മേഖലയിൽ അത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കുന്ന നടപടികളിലേക്കാണ് പോലീസിന് കടക്കാനുള്ളത്. പക്ഷേ ആ നടപടികളിലേക്കും ഈ ഒരു ഘട്ടത്തിൽ കടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റി നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ നൽകിയിരിക്കുന്ന പരാതി ആദ്യഘട്ടത്തിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പോലീസ് ഇപ്പോഴും അതേ മൗനം ആ നിലയ്ക്ക് തന്നെ തുടരുന്നു എന്നുള്ള സ്ഥിതിവിശേഷവും ധർമ്മസ്ഥലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ക്ഷേത്രവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രസ്റ്റ്, അതുമായി ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ, അവരാരും തന്നെ പൂർണ്ണമായും ഇങ്ങനെയൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങളോ ഉയർത്താൻ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നിരവധിയായ മരണങ്ങൾ പല ഘട്ടങ്ങളിൽ ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മലയാളി ബന്ധമുള്ള പത്മലത ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണമാണ്. ആ മരണങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു FIR ഇടാനോ അല്ലെങ്കിൽ അതിൽ തുടരന്വേഷണങ്ങൾ നടത്താനോ പോലീസ് ഒരു ഘട്ടത്തിലും തയ്യാറായില്ല. മറിച്ച് ഈ കേസിൽ കാര്യമായ കഴമ്പില്ല എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ആ കേസുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ബെൽത്തങ്ങാടിയിൽ നിന്നുള്ള പോലീസാണ് ഈ മേഖലയിലേക്ക് എത്തേണ്ടിയിരുന്നത്. പിന്നീട് 2015 മുതൽ ഏതാണ്ട് ഈ ധർമ്മസ്ഥലയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ അമ്മ നൽകിയ പരാതിയിൽ പോലും പോലീസ് കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 20 വർഷത്തിനു മേലെ ഈ ഒരു നിയമ പോരാട്ടത്തിനൊക്കെ ഒരുങ്ങിയിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതും കണ്ടിട്ടുള്ളതാണ്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ 164 മൊഴി ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഒട്ടനവധി മൃതദേഹങ്ങൾ കുഴിച്ചിടേണ്ടി വന്നു എന്ന ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോലും പോലീസിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനമാണ് ഇതിനോടകം തന്നെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയൊക്കെ തന്നെ എടുത്തിരിക്കുന്നത്. കേവലം 17 വയസ്സുകാരിയെ അവരുടെ വീട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ റോഡരികിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയും പിന്നീട് ബലാത്സംഗം ചെയ്ത നേത്രാവതി പുഴയുടെ ഓരത്തേക്ക് തള്ളിയിടുകയും അതിൽ ഒരു കഴമ്പുമില്ല, അതിലൊരു തെളിവുമില്ല, ആ കുട്ടിക്ക് ഏറ്റ പരിക്ക് എന്താണെന്ന് പോലും കണ്ടെത്താൻ തയ്യാറാകാതിരിക്കുകയും ഒക്കെ ചെയ്ത സംഭവവികാസങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയിൽ സ്റ്റെനോഗ്രാഫറായിരുന്നു അവരുടെ അമ്മ. ആ അമ്മ നൽകിയ പരാതി പോലും പോലീസ് നിഷ്കരണം വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് അതിലൊരു പ്രതിയെ കണ്ടെത്തുന്നു. ആ പ്രതിക്ക് ബുദ്ധിസ്ഥിരതയില്ല എന്നുള്ളത് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ആ പ്രതിയല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നത്, മറിച്ച് മറ്റു പലരും ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ട് പോലും പോലീസ് അത് പരിശോധിക്കാൻ പോലും തയ്യാറാകാതിരുന്ന സാഹചര്യമൊക്കെ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 100-ലധികം ആളുകളെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് നിലവിൽ ശുചീകരണ തൊഴിലാളി നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഒരു കൃത്യതയോടെ അന്വേഷണം നടത്തുകയും
പറയുകയും അത് തെറ്റാണ് എങ്കിൽ ആ തെറ്റ് ആണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൃത്യതയോടുകൂടി പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ നാട്ടുകാരെ സംബന്ധിച്ചും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചും വളരെ ദുഃഖകരമായ സാഹചര്യം. തീർച്ചയായിട്ടും കർണാടകയിലെ ധർമ്മസ്ഥലയിലാണ് ദുരൂഹത നീങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കാര്യങ്ങൾ വേഗത്തിൽ ആകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ. പോലീസ് ഇപ്പോഴും അനങ്ങുന്നില്ല എന്ന് തന്നെയാണ്. ദീപക് മലേമയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ